നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അസ്യൂം ചെയ്യാൻ പോണത് നിങ്ങളുടെ ലൈഫിൽ ഗേൾ ഉണ്ടായി. ഒരു പോയിന്റ് വരെ അവളെ നിങ്ങൾക്ക് എല്ലാ അറ്റൻഷൻ തന്നു, വാലിഡേഷൻ തന്നു, അത് തന്നു, ഇത് തന്നു, നിങ്ങൾ ഫുൾ ഹാപ്പി ആക്കി വെച്ചു. പക്ഷേ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ അവൾ എന്ത് ചെയ്തു? പോയി. ഞാൻ ഈ വീട്ടിൽ പറഞ്ഞുതരാൻ പോണത് അവൾ എന്തുകൊണ്ടാണ് പുള്ളവേ ചെയ്തത്, അല്ലെങ്കിൽ അവൾ എന്തുകൊണ്ടാണ് പോയത്. രണ്ട്, നിങ്ങൾ ഇനി എന്ത് ചെയ്യണം, ഇത് രണ്ടും ക്ലിയർ കട്ടായിട്ട് ഞാൻ പറഞ്ഞുതരാം. സോ വീഡിയോ കണ്ടു പോയി താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്തോ. അപ്പോൾ എല്ലാ ദിവസം ഇങ്ങനത്തെ കണ്ടന്റ് വന്നിട്ട് നിങ്ങളുടെ ലൈഫ് ആക്ച്വലി ഇമ്പ്രൂവ് ചെയ്യും. ഇതൊക്കെ സയൻറ്റിസ്റ്റുകൾ അറിയാം. അവരുടെ ജോലി എന്താ? ബേസിക്കലി അവർ കാണാത്ത, അല്ലെങ്കിൽ അവർ പരിചയപ്പെടാത്ത, അല്ലെങ്കിൽ അവർക്ക് ഒരു ബന്ധമില്ലാത്ത സാധനങ്ങൾ കണ്ടുപിടിക്കാൻ പോവുക, അല്ലെങ്കിൽ കണ്ടുപിടിക്കപ്പെടാത്ത കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പോവുക എന്നതാണ് അവരുടെ ജോലി. ആൻഡ് അതിൽ നിന്ന് അവർക്കൊരു ഹൈ കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ന്യൂസ് കേൾക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം കണ്ടുപിടിച്ച് നിൽക്കുമ്പോൾ നമുക്കൊരു ഡോപ്പമിൻ സ്പൈക്ക് കിട്ടും, നമുക്കൊരു ഹൈ കിട്ടും. അത് ആക്ച്വലി ഉള്ളൊരു സംഭവമാണ്. സോ ഞാൻ പറഞ്ഞു വന്നത് സെയിം തിങ് അപ്ലൈസ് ടു ഗേൾസ് ആൻഡ് ബോയ്സ് ആസ് വെൽ. ഓക്കെ, ബേസിക് തിങ് ഇസ് നിങ്ങൾ സംസാരിച്ച് തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ നീ അവനോട് അല്ലെങ്കിൽ അവളോട് സംസാരിച്ച് തുടങ്ങിയ സമയത്ത് അവൻ അല്ലെങ്കിൽ അവൾ നിൻ്റെ ഉള്ളിൽ ഒരു മിസ്റ്ററി കണ്ടിരുന്നു. ഓക്കെ, കാണപ്പെടാത്തൊരു കാര്യം, കണ്ടുപിടിക്കപ്പെടാത്ത കാര്യങ്ങൾ, അവർക്കത് കണ്ടുപിടിക്കണം എന്നുണ്ടായി. നിനക്ക് അവനല്ലെങ്കിൽ അവളെ ഇഷ്ടമാണെന്ന് അവനല്ലെങ്കിൽ അവൾക്ക് അറിയത്ത് പോലുമില്ല. അല്ല, അതിലൊരു മിസ്റ്ററി ഉണ്ട്, അവർക്ക് അറിയില്ല. സോ അവർ അത് കണ്ടുപിടിക്കാൻ വേണ്ടി മെസ്സേജ് അയക്കും. അത് കണ്ടുപിടിക്കാൻ വേണ്ടി അവർ നിങ്ങളുടെ പുറകെ നടക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മെസ്സേജസിന് റിപ്ലൈ തരും. പക്ഷെ നിങ്ങളെന്താ ചെയ്തത്? നിങ്ങൾ ഫുൾ ഇൻട്രസ്റ്റും കാണിച്ചില്ലേ, ഫുൾ അറ്റൻഷനും കൊടുത്തില്ലേ? അതാണ് പണിയേ, മനസ്സിലായി? അതാണ് പണിയേ. കാരണം നിങ്ങൾ അങ്ങനെ കാണിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ചിന്തിച്ച് നോക്കി, എന്താ സംഭവിക്കുന്നത്? ആക്ച്വലി അവരല്ലേ അവൾക്ക് മനസ്സിലാവണം. ഓക്കെ ഫൈൻ, ഇവൻ എന്നെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇവൾക്ക് എന്നെ ഇഷ്ടമാണ്, കാര്യം പിടികിട്ടി. പിന്നെ എന്തെങ്കിലും രസമുണ്ടോ അവർക്ക്? ചിന്തിച്ചു നോക്കുക, അവർക്ക് എന്തെങ്കിലും രസമുണ്ടോ? അവർക്ക് ഇതൊരു രസമില്ല. നിങ്ങൾ തമ്മിലൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഫോം ആയിട്ടില്ല. അവൾ ഒരു കാര്യം, അല്ലെങ്കിൽ അവളല്ലെങ്കിൽ അവൻ ഒരു കാര്യം പോലും നിങ്ങളുടെ അടുത്ത് ഓപ്പണപ്പായിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് നിനക്ക് മെസ്സേജ് അയക്കണേ? തിങ്ക് അബൌട്ട് ഇറ്റ്. ഒരു കാര്യമില്ല. സോ അതാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും നമ്പർ 1 മിസ്റ്റേക്ക്. ഫുൾ അറ്റൻഷൻ നിങ്ങളെ തുടക്കത്തിൽ തന്നെ കാണിച്ചു. ദാറ്റ് ഈസ് എ വെരി വെരി ബിഗ് മിസ്റ്റേക്ക്. അത് ഒരിക്കലും കാണിക്കാണ്ടിരിക്കുക. സോ നൗ നിങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് അവനല്ലെങ്കിൽ അവൾ പുള്ളവേ ചെയ്തത്. സോ പോയത് പോട്ടെ, നമുക്കെന്ത് ചെയ്യാൻ പറ്റുന്ന ആലോചിച്ച് നോക്കാം. സോ നമുക്കിനി ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ഇൻട്രസ്റ്റ് തിരിച്ചു കൊണ്ടുവരിക. അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇത് പറയുന്നതിന് മുമ്പ് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞുതരാം. ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. ബ്രേവ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങൾ ബ്രേവ് അല്ല, നിങ്ങൾക്ക് ഈ ഒരു വഴിക്ക് പോകണമെന്ന് ആഗ്രഹം അല്ലെങ്കിൽ വീഡിയോ ക്ലിക്ക് ഓഫ് ചെയ്ത് പോയിക്കോ. നിങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് അവൻ ലെവലിൽ പോയെന്ന്. പക്ഷേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയണമെങ്കിൽ ഒരു ചങ്കൂറ്റം വേണം. നിങ്ങൾ ഈ വീഡിയോ ഇപ്പോഴും കണ്ടുപിടിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. സിമ്പിൾ തിങ്, ഇംപ്രൂവ് യുവർ സെൽഫ്. നിങ്ങൾ എല്ലായിടത്തും ഇതായിരിക്കും കേൾക്കണേ, പക്ഷേ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇംപ്രൂവ് യുവർ സെൽഫ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഐദർ ഗോ ടു ദി ജിം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു നിങ്ങളുടേതായ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യുക, നിങ്ങൾ ബുക്സ് വായിക്കുക. ബേസിക്കലി നിങ്ങളുടെ ലൈഫിലെ എല്ലാ ആസ്പെക്ട്സും നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക? ഇംപ്രൂവ് ചെയ്യുക. ഇവിടെ എന്താ സംഭവിക്കുന്നത്? 2 കാര്യങ്ങളാണ് മെയിൻലി സംഭവിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യുക. നിങ്ങളെ തന്നെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, അതിലൂടെ നിങ്ങൾ പഠിക്കാൻ പോകുന്ന പുതിയ കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫ് പഠിക്കാൻ പോകുന്നു. നിങ്ങൾ പല കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നു. പല മെൻറ്റേഴ്സിൻ്റെ ടോക്സ് കേൾക്കുന്നു. ലൈക്ക് യു ആർ കോൺസ്റ്റൻ്റ്ലി ഇംപ്രൂവിങ് യുവർ സെൽഫ്. അതിൻ്റെ ഒപ്പം തന്നെ എന്തുണ്ടാവുന്നത്? നിങ്ങളുടെ ലൈഫിൽ പുതിയ എലമെൻറ്റ്സ് ആണല്ലോ കാണുന്നത്. നമ്മളൊരു ഗെയിം കളിക്കില്ലേ? ആ ഗെയിം കളിക്കുന്ന സമയത്ത് നമ്മുടെ ക്യാരക്ടർ ഓരോ വഴി കൂടെ പോകുമ്പോൾ നമുക്ക് പോയിന്റ്സ് കിട്ടില്ല, എക്സ്പീരിയൻസ് പോയിന്റ്സ് ഒക്കെ. അങ്ങനത്തെ എക്സ്പീരിയൻസ് പോയിന്റ്സ്, അല്ലെങ്കിൽ ഒരു സ്ഥലത്തോട്ട് ആ ഒരു ഫുൾ വില്ലേജ് റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് കുറച്ച് പോയിന്റ്സ്, അല്ലെങ്കിൽ അവിടുത്തെ പൈസ അങ്ങനെ കിട്ടില്ലേ? അങ്ങനെ കിട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ബേസിക്കലി നമ്മുടെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാണ്. നിങ്ങൾ പബ്ജി അല്ലെങ്കിൽ ഫ്രീ ഫയർ കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഓരോ ഗണ്ണിന് എന്തിനോ ഓരോ സ്കിൻസ് വാങ്ങിക്കുന്നത്. അതൊരു സ്റ്റാറ്റസ് സിമ്പിളാണ്. നമ്മൾ വേറെ ആൾക്കാരെ കാണിക്കാൻ പറ്റും നമുക്കത്. നിങ്ങൾക്ക് അതേ കോൺസെപ്റ്റ് ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ലേ? ആ സെയിം കോൺസെപ്റ്റ് നിങ്ങളെ തന്നെ ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് ആൾക്കാർ കാണും. അത് നിങ്ങളുടെ സ്റ്റാറ്റസാണ്, നിങ്ങൾ കഷ്ടപ്പെട്ട് ഏൺ ചെയ്ത സ്റ്റാറ്റസാണ്. ആ സ്റ്റാറ്റസ് നിങ്ങൾക്ക് വീഡിയോ ഗെയിംസിലാണോ അതോ റിയൽ ലൈഫിലാണോ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. സോ ബേസിക്കലി ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ പുതിയ എലമെൻറ്റ്സ് അല്ലെങ്കിൽ പുതിയ ക്യാരക്ടറിസ്റ്റിക്സ് ഫോം ആവും. ഈ ക്യാരക്ടറിസ്റ്റിക്സ് അപ്പുറത്തേക്കുന്ന അല്ലെങ്കിൽ അവനെ അല്ലെങ്കിൽ അവൾക്ക് അവർ വന്നു പോയതാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ കുറേ മാറ്റങ്ങൾ അവർ കാണും. ലൈക്ക് നിങ്ങൾ ചിലപ്പോൾ കൂടുതൽ ട്രാവൽ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിയിലുള്ള ഡിഫറൻസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ കാണും. അപ്പോൾ അവർക്ക് ഒബ്വിയസ്ലി മനസ്സിലാവും, ഓക്കെ ഇവൻ പണ്ടത്തെ പോലെ അല്ല, അല്ലെങ്കിൽ ഇവളുടെ പണ്ടത്തെ പോലെ അല്ല, എന്തോ ഒരു പുതിയ എലമെൻറ്റ് ഉണ്ട് അവരുടെ ലൈഫിൽ, അല്ലെങ്കിൽ അവരുടെ മൈൻഡ് സെറ്റിൽ എന്തോ ഒരു പുതിയ എലമെൻറ്റ് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. അത് മനസ്സിലാവുമ്പോൾ അത് കണ്ടുപിടിക്കുക, അതാണ് നിങ്ങളുടെ അടുത്ത മിസ്റ്ററി. അത് കണ്ടുപിടിക്കാൻ വേണ്ടി അവർ വന്നിരിക്കും. ഇതെൻ്റെ വാക്കാ. ഡു ദിസ് ഫോർ 6 months, എന്നിട്ട് ഒരു റിസൾട്ട്സും ഇല്ലെങ്കിൽ കമൻസിൽ ഒന്ന് എന്നെ എന്ത് വേണം പറഞ്ഞു. സോ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ഫുള്ളി ട്രൈ ചെയ്ത് നോക്കുക.
വർക്കായില്ലെങ്കിൽ 6 മാസം നിങ്ങൾ കംപ്ലീറ്റ്, ഞാൻ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ചെയ്തിട്ടും വർക്കായില്ലെങ്കിൽ എന്നെ കമൻറ്റിൽ എന്ത് വേണം പറഞ്ഞോ, ഞാൻ കേട്ടിരിക്കാം.